Hello everyone, and Dia. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റഡി വ്ലോഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ബയോളജിയാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങളോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. പിന്നെ എന്നോട് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് സ്റ്റഡി വ്ലോഗ് വേണമെന്ന്. അപ്പോൾ അത് പ്രമാണിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റഡി ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞു തരാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തത് പ്രമാണിച്ച് ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാം. ഞാൻ ചെറിയ ഈ പരീക്ഷൻ്റെ തലേന്ന് മാത്രം ഇരുന്ന് പഠിക്കണവർക്കുള്ള കുറച്ച് ട്രിക്സും ടിപ്സൊക്കെയാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എന്നെ പോലത്തെ പഠിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട്. പഠിക്കാൻ എന്താ പറയുക കഴിയും, പക്ഷേ പഠിക്കാൻ മടിയാണ്. അങ്ങനത്തെ ആൾക്കാരോട് പറയുകയാണെങ്കിൽ ഇവരൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മൾ എക്സാമിൻ്റെ തലേന്ന് നമ്മളെ സൈലത്തെയും അതേപോലെ പോട്ട് എക്സാമിന് അതിലൊക്കെ മാരത്തോൺ ഉണ്ടാവുമല്ലോ, ആ മാരത്തോൺ കണ്ടിട്ടാണ് നമ്മൾ എക്സാമിന് പോവുക. അങ്ങനത്തെ ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ ടിപ്സാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ പഠിക്കണവുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അതൊക്കെ നമുക്ക് ഹൈസ്കൂൾ 8, 9 എന്താ വെച്ചാൽ എക്സാമിന് പഠിക്കാനുള്ള ഒരു ഒഴിവ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഓരോ എക്സാം കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി പഠിക്കാനുള്ള നേരമുണ്ട്. അപ്പം മാക്സിമം ആ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മതി. ഇതിനും ഒരു മാസം മുന്നേ എക്സാമിന് മുന്നേ പഠിക്കണം എന്നൊന്നുമില്ല. ഇപ്പം ഞാനായാലും പഠിച്ചില്ല, ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ തന്നെ പരീക്ഷയുടെ തലേന്ന് മാത്രം നോക്കിയിട്ടുള്ളൂ. എന്നാൽ തന്നെ പാസ്സാവളൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ ഈ തൽക്കാല നേരത്തെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല എന്താ വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിക്കുക. നമ്മൾ പേടിച്ചിട്ട് മൊത്തമായിട്ട് ബുക്ക് മൊത്തം വായിച്ച് പഠിക്കാൻ നിൽക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സമയം അധികം നഷ്ടമാവുകയാണ്. കാരണം എന്താ വെച്ചാൽ എക്സാമിന് പോയി ഇരുന്നാൽ ഒക്കെ മറന്നു. കാരണം ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്നൊന്നും നമുക്കറിയില്ലാവില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ആവറേജ് മാർക്ക് വരെ കിട്ടും. മറ്റേതെന്താ വെച്ചാൽ നമുക്കൊന്നും കിട്ടലുണ്ടാവില്ല. എന്നിട്ട് ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് മുഖം വാടി കരഞ്ഞിരിക്കേണ്ടി വരും. സത്യം പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഒക്കെ ആയത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇതേപോലത്തെ യൂട്യൂബ് ക്ലാസ് കാണുന്നതാണ്. ഞാനൊക്കെ അതാണ് ചെയ്യൽ. കാരണം വെച്ചാൽ ക്ലാസ്സിൽ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കണം എന്നില്ല, നോട്ട്സൊക്കെ എഴുതണം എന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഏതാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല നമ്മൾ ക്ലാസ് കാണാൻ. അല്ലാതെ പിന്നെ ക്ലാസ്സൊന്നും കൂടുതലായിട്ട് ഈ കാണാപ്പാടം പഠിക്കേണ്ട വിഷയങ്ങളിലൊന്നും ശരിക്കും പറഞ്ഞാൽ ക്ലാസ് കാണാൻ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി നമ്മളെ കയ്യിൽ നല്ല നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയാത്ത ചാപ്റ്ററും അറിയാത്ത ഭാഗങ്ങളും മാത്രം ക്ലാസ് കണ്ടിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ വായിച്ചിങ്ങനെ പഠിച്ചാൽ മതി. നമ്മൾ അത് കാണാപ്പാടം ഇങ്ങനെ നേരെ ഇട്ട് പഠിക്കുകയല്ല, നമ്മളിങ്ങനെ വായിച്ചിട്ട് ലാസ്റ്റ് നമ്മളെ ഭാഷയിൽ അതൊന്ന് എന്താ പറയുക, നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഒന്ന് മലയാളത്തൊക്കെ ആക്കി ഒന്ന് തല കയറ്റുക. അല്ലാതെ കാണാപ്പാടം പഠിക്കല്ല, ഒന്ന് മനസ്സിലാക്കി എടുക്കുക. എക്സാമിൻ്റെ തലേന്ന് ഉച്ച ആകുമ്പോഴേക്കും എല്ലാ പാഠം നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി തല കയറ്റുക. എന്നിട്ട് നമ്മൾ എന്താണ് എക്സാമിൻ്റെ തലേന്ന് രാത്രി നമ്മളെല്ലാ യൂട്യൂബ് ഇങ്ങനത്തെ ഓരോ ക്ലാസ്സുള്ള യൂട്യൂബിലൊക്കെ മാരത്തോൺ ഉണ്ടാവും. എന്നിട്ട് ആ മാരത്തോൺ ക്ലാസ് കാണുമ്പോൾ നമുക്ക് എന്താവും കൂടുതലായിട്ടുള്ള എക്സാമിന് ഉറപ്പായി വരും എന്നുള്ള സംഭവങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് അതിൽ പറയും. അപ്പം അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് പഠിച്ചാൽ നമ്മളെ പരീക്ഷ നമുക്ക് അടിപൊളിയാക്കി എഴുതാം. എന്നെ പോലത്തെ ആൾക്കാർ പരീക്ഷയുടെ തലേന്ന് മാത്രം പഠിക്കണവരൊക്കെയാണെങ്കിൽ എന്തായിട്ട് വെച്ചാൽ ഇപ്പോൾ മാരത്തോൺ കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈവ് അപ്പോഴേ കാണാൻ നിൽക്കരുത്. അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലൈവ് കാണുമ്പോൾ ഇത് 4-5 മണിക്കൂറുണ്ടാവും. 3-4 എങ്ങനെയായാലും 3-4 മണിക്കൂറുണ്ടാവും. അപ്പോൾ ആ നേരം നമ്മൾ കണ്ടാൽ നമുക്കപ്പോൾ പഠിക്കാനുള്ള നേരമില്ല, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള നേരമേ ഉള്ളൂ. പിന്നെ പിറ്റേന്ന് നമ്മൾ രാവിലെ എണീക്കുക പറഞ്ഞാൽ ഒരിക്കലും കഴിയില്ല. കാരണം വെച്ചാൽ 10, 11, 12 മണിയാവും ഉറങ്ങാൻ. അത് കഴിഞ്ഞ് രാവിലെ ഇപ്പോൾ പഠിക്കാനൊരു 4 മണി 5 മണിയാവും. നമുക്ക് എങ്ങനെയായാലും എണീക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ ലൈവ് നടക്കുന്ന നേരം ഒരു മിനിമം നമ്മളൊരു 8 മണിയാകുമ്പോഴെങ്കിലും മാക്സിമം ഒരു 8:30 ആകുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എക്സാമിൻ്റെ അന്ന് രാവിലെ നേരത്തെ എണീക്കുക. ഒരു 3 മണിക്കൊക്കെ എണീച്ചു, 3 മണിക്ക് തന്നെ അത് ഇതാണ്, എന്നാലും 3 മണിക്കൊക്കെ എണീച്ചോളി. എന്നിട്ട് ഈ ഒരു ക്ലാസ് നമ്മളിതാ സ്പീഡ് കൂട്ടിയിട്ടും അതേപോലെ കാണാം. എന്നിട്ട് നമുക്ക് ഇവരെ എക്സ്ട്രാ അങ്ങനെ സംസാരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ എന്താവുക കണ്ടിട്ട് അത് അപ്പൾക്കപ്പളേ ഇങ്ങനെ പഠിക്കുക. കുറച്ചും കൂടി നേരത്തെ എണീച്ചോളി. 3 മണി നേരത്തെ കിടന്ന് ഉറങ്ങണമെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കുക. എന്നിട്ട് അത് അപ്പം തന്നെ നമ്മൾ പഠിക്കുക. അപ്പം നമുക്ക് കുറച്ച് നേരം കൊണ്ട് ഒരുപാട് പഠിക്കാൻ കഴിയും. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഒരിക്കലും ഫുൾ മാർക്ക് കിട്ടുന്ന ടിപ്സല്ല, കുറച്ച് നേരം കൊണ്ട് നമുക്ക് ഒരുപാട് പഠിക്കാൻ കഴിയും, അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങാൻ കഴിയും. അങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ബയോളജിക്ക് മാത്രമല്ല എല്ലാ വിഷയത്തിനും പറ്റിയൊരു ടിപ്പാണ്. ഞാൻ ഇതെന്തുകൊണ്ടാണ് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ എനിക്കിതേ പറഞ്ഞു തരാൻ അറിയുള്ളൂ. ഞാൻ ചെയ്യണ ഓരോ നാക്കുകളാണ്. അപ്പോൾ ഇതെനിക്ക് പറയാൻ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത്.
ഇനിയിപ്പോൾ നമുക്ക് ബയോളജീൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബയോളജി നമ്മൾ വായിച്ച് തലയ്ക്ക് കയറ്റി ആദ്യം വായിക്കുക, എന്നിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് 1-2-3 പ്രാവശ്യം വായിച്ചാൽ ബയോളജീൻ്റെ അത്യാവശ്യമൊക്കെ തല കയറിക്കോളും. ഇതും പഠിക്കേണ്ട സംഭവമാണ്. അല്ലാതെ നമുക്ക് മാത്സും ലാംഗ്വേജ് പോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് ആണല്ലോ. എനിക്ക് കഴിഞ്ഞ എക്സാമിന് തന്നെ ബയോളജിയിൽ വെറും 30 മാർക്കൊക്കെ ഉള്ളൂ. 40-30 വലിയ മോശമുള്ള മാർക്കൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബയോളജി എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും കാരണം. അപ്പോൾ നമ്മളെന്താ മാക്സിമം മനസ്സിലാക്കുക, അതേ വഴിയുള്ളൂ. മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് എങ്ങനെ എഴുതാമല്ലോ. നമുക്കറിയണ ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് എഴുതാം. മലയാളം മീഡിയം ആണെങ്കിൽ മനസ്സിലാക്കിയ സുഖമാണ് എഴുതാൻ, എല്ലാം സുഖമാണ്. അപ്പം അങ്ങനെ എഴുതുക. ബയോളജിയിലൊക്കെ അറിയുമ്പോൾ നല്ല ചിത്രം വരയ്ക്കാനുണ്ടാവും. അപ്പം നമ്മളെ ചാപ്റ്ററിലൊക്കെ ഓരോ ഈ പിക്ചേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ പാർട്സും അങ്ങനത്തെ ഓരോ പിക്ചേഴ്സൊക്കെ നമ്മൾ കാര്യമായിട്ട് പഠിച്ചു പോവുക. ജസ്റ്റ് ഒന്ന് വേറെ പേപ്പറിലൊന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ അത് പേപ്പറിൽ എഴുതുമ്പോൾ ചെറിയ ഷെയ്ഡിങ്ങൊക്കെ കൊടുക്കുക. ഓരോ പാർട്ടിനും ഇങ്ങനെ വരുമ്പോൾ ചെറിയൊരു നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് തന്നെ ചെറിയൊരു ഷെയ്ഡിങ്ങൊക്കെ കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ടീച്ചേഴ്സിന് കൂടുതലായിട്ട് നമ്മുടെ ചിത്രം ഇഷ്ടപ്പെടും. ഞാൻ പൊതുവെ ഡ്രോയിങ്ങൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്. കുറച്ചൊക്കെ ഡ്രോയിങ് അതേപോലെ പെയിൻറ്റിങ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് ചെറിയ ഷെയ്ഡിങ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് കിഡ്നി വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ കിഡ്നി വരയ്ക്കുമ്പോൾ ചെറിയൊരു ഷെയ്ഡിങ്ങൊക്കെ കൊടുക്കുമ്പോൾ അത് ടീച്ചേഴ്സ്മാർക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടമാവും. പിന്നെ അതേപോലെ ചില ടീച്ചേഴ്സിന് ഈ മാർജിൻ അതേപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റും അതുപോലെ അതിന് കൂടുതലായിട്ട് ഇത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനത്തെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു പേപ്പറിൽ നമ്മൾ നല്ല വൃത്തിക്ക് മാക്സിമം എഴുതാൻ നോക്കുക. ചിലർക്ക് നല്ല കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പൊതുവെ എക്സാം പേപ്പറിൽ കളേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ചില ടീച്ചേഴ്സിന് ചിലപ്പോൾ ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ നേരിട്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ഓരോ മാർക്ക് വാങ്ങാൻ കഴിയും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒക്കെ തട്ടിക്കൂട്ടാണ്. എൻ്റെ അവസ്ഥയും മനസ്സിലാവും. ഞാൻ അതേപോലെയാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ കഴിയണത്. അടുത്ത കൊല്ലം 10th ആണ്. അതൊന്നും അടുത്ത കൊല്ലം നടക്കില്ല. മതിയായിരിക്കും പഠിക്കേണ്ടി വരും. ഇക്കൊല്ലം ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെ പോട്ടെ എന്നൊക്കെ വിചാരിക്കും. ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഒന്നാകെ എന്തോ പോലെ ആവണം. കാരണം ഞാൻ സ്റ്റഡി ടിപ്സ് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയേക്കാരല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ നിങ്ങൾ കമൻ്റ് ആക്കുക. എങ്ങനെയായാലും നിങ്ങൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയുക. അപ്പോൾ ഞാനിതപ്പോൾ ഏകദേശമൊക്കെ ക്ലാസ് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ബയോളജിയിൽ പിന്നെയും കുറച്ചൊക്കെ നോട്ട്സ് ഉണ്ട്. ഞാനധികം ഇങ്ങനെ ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിത്രമൊക്കെ നമ്മൾ കാര്യമായിട്ട് പഠിച്ചു പോകണം. ഈ പിക്ചേഴ്സൊക്കെ നമ്മൾ കാര്യമായിട്ട് പഠിച്ചു പോകണം. മിക്കവാറും എക്സാമിന് വരാനുള്ള സാധ്യത ഉണ്ടാവും നമ്മൾ നോട്ട്സൊക്കെ എഴുതുമ്പോൾ. ഇതിപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ചിലപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് ഉപകാരമായാലും നമ്മൾ നോട്ട്സൊക്കെ എഴുതുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം, കുറച്ച് കളർഫുള്ളൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാൻ നോക്കുക. പിന്നെ സമയമില്ലെങ്കിൽ അതൊന്നും നോക്കണ്ട. പഠിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതണത്, കളർഫുൾ ആക്കാനല്ല. നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ എങ്ങനെയാലും വരച്ച്, അതേപോലെ തന്നെ ബയോളജിൻ്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ വരച്ച് പഠിക്കുക. അങ്ങനെ ഓരോന്നൊക്കെ പഠിക്കുക. അപ്പം ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും പരീക്ഷയിലൊക്കെ പാസ്സാവട്ടെ. എല്ലാവർക്കും ജയിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രത്തന്നെ ഉള്ളൂ. അപ്പം ഇനി ഞാൻ ഇതുവരെ പഠിച്ചില്ല കേട്ടോ. ഞാനപ്പോൾ കുറച്ചൊക്കെ ഒന്നിങ്ങനെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ക്ലാസ് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇന്നും നാളെയായിട്ട് മറ്റന്നാളാണ് ഇപ്പോൾ എക്സാം വരുന്നത്. അപ്പോൾ ഇന്നും നാളെയായിട്ട് ഇനി പഠിക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം പഠിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.